പ്രിയമുള്ളവരെ, നമുക്കറിയാം കേരളത്തില് മാലിന്യമുക്ത നവകേരളം എന്ന ഒരു പദ്ധതി കേരളം ഒട്ടാകെ MCF-ഉം മിനി MCF ഒക്കെ തുടങ്ങി ശുചിത്വ കേരളത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അരീക്കോട് പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തായിട്ടുള്ള അരീക്കോട് ബസ് സ്റ്റാൻഡ്, ഈ അരീക്കോട് ബസ് സ്റ്റാൻഡിന്റെ പിറകു വശത്താണ് അരീക്കോട് പഞ്ചായത്തിന്റെ MCF പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം MCF എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് കേരളത്തിൽ ഹരിത കർമ്മസേന ഏറ്റവും പറയുന്ന കേരളത്തിന്റെ ശുചിത്വ സേന ഏകദേശം 35,000-ഓളം വരുന്ന ശുചിത്വ സേന കേരളത്തിലുണ്ട്. അരീക്കോട് പഞ്ചായത്തിൽ 34 പേരുണ്ട്. അവർ വീടുകൾ കയറി ശേഖരിച്ചു കൊണ്ടുവരുന്ന വേസ്റ്റ് വളരെ കൃത്യമായി സംസ്കരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാവേണ്ടത്. അതിന് ഒഴിഞ്ഞ ഒരു 1.5 ഏക്കർ സ്ഥലം പഞ്ചായത്ത് വിലക്ക് വാങ്ങി അതിനകത്ത് വളരെ ശുചിത്വമായ രീതിയിലേക്ക് സംസ്കരിക്കേണ്ട സാഹചര്യമാണ് ഒറിജിനൽ ആയിട്ട് യഥാർത്ഥത്തിൽ MCF വേണ്ടത്. എന്നാൽ അരീക്കോട് പഞ്ചായത്തിന്റെ MCF നോക്കി നിങ്ങൾ ഓരോ റൂമിനും 500-ഉം 1000 രൂപ വാടകയ്ക്ക് കൊടുക്കേണ്ട റൂമിൽ ഈ വേസ്റ്റ് കൊണ്ടുപോയിട്ട് തള്ളിക്കാണ്. അരീക്കോട് പഞ്ചായത്തിന് തനത് വരുമാനം ലഭിക്കേണ്ട റൂമുകളാണ് ഈ കിടക്കുന്നത്. ഇവിടെയാണ് അരീക്കോട് പഞ്ചായത്തിന്റെ, നമുക്കറിയാം അരീക്കോട് പഞ്ചായത്തിലെ മറ്റു എല്ലാ മേഖലയിൽ നിന്ന് കൊണ്ടുവന്ന വേസ്റ്റ് അരീക്കോട് പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്താണ് കൊണ്ടുപോയിട്ടുള്ളത്. 3 റൂമിൽ കൊണ്ടുപോയിട്ടേക്കാണ്. ഇത് അതുപോലെ തന്നെ MCF കിടക്കുന്നത് അരീക്കോട് പഞ്ചായത്തിന്റെ ആധുനിക മത്സ്യമാംസ മാർക്കറ്റിന്റെ മുകളിലാണ്. ഇതൊക്കെ നമുക്ക് വാടകയ്ക്ക് കൊടുത്താൽ ദിവസം 2000-3000 വാടക ലഭിക്കുന്ന പുതിയ ഓഫീസുകളും ഹാളുമാണ്. അപ്പൊ ഇതിനെതിരെ അതിശക്തമായ രീതിയിലേക്കുള്ള പ്രതിഷേധം ഉയർന്നു വരുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇടതുപക്ഷം അരീക്കോട് പഞ്ചായത്ത് ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആധുനികമായിട്ടുള്ള ഹൈടെക് ആയിട്ടുള്ള ഒരു MCF കൊണ്ടുവരും. ഈ മത്സ്യമാംസ മാർക്കറ്റിനെ നല്ല വൃത്തിയുള്ള മാർക്കറ്റാക്കി മാറ്റാനും ഇടതുപക്ഷം അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുമ്പോൾ മാറ്റുമെന്നുള്ളതാണ് ഈ അവസരം സൂചിപ്പിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, അരീക്കോട് മാർക്കറ്റ് ഏറ്റവും നല്ല രീതിയിൽ നടക്കേണ്ട പഞ്ചായത്ത് മുഖം തിരിഞ്ഞ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇവിടെ 8-10 കച്ചവടക്കാരുണ്ടായിരുന്നു. അവിടെ അവരൊക്കെ ഇവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു അരീക്കോടിനെ മാലിന്യമുക്ത അരീക്കോട് മാറ്റുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.